إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി റഹ്മാനായ റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിച്ച വളരെ ഗൗരവത്തിലുള്ള 5 കാര്യങ്ങളിൽ പലപ്പോഴും മനുഷ്യർ അശ്രദ്ധമായി തീരുന്ന ഒന്നാണ് സക്കാത്ത് നൽകുക എന്നുള്ളത്. സക്കാത്തുമായി ബന്ധപ്പെട്ട് പല സഹോദരങ്ങളും അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ കൗശല ബുദ്ധി ഉപയോഗിച്ച്, അതല്ലെങ്കിൽ പല കുതന്ത്രങ്ങളും മെനഞ്ഞ് തൻ്റെ വരുമാനത്തിൽ നിന്ന്, തനിക്കുള്ള സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവന്റെ അവകാശമെന്ന നിലയ്ക്ക് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ഈ ഒരു ഗൗരവത്തിലുള്ള കാര്യത്തിനെ
തടഞ്ഞു വെക്കുകയും അത് നൽകാതിരിക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ അങ്ങനെ കടന്നു പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത്തരം ഒരു കൗശല ബുദ്ധിയും അതുപോലെ തന്നെ കുതന്ത്രങ്ങളും മെനഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൗശല ബുദ്ധി അറിയാത്തവനാണോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ പശ്ചാത്താപം എന്ന് പറയുന്ന അധ്യായത്തിലൂടെ അതിന് 34-35 വചനങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ. ചില മനുഷ്യരുണ്ട്, അവർ സ്വർണവും വെള്ളിയും ഒക്കെ അങ്ങനെ കൂമ്പാരങ്ങളായി കൂട്ടിവെക്കും. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചിലവാക്കുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫബശ്ശർനാഹും ബിഅദാബിൻ അലീം. അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ, ബിഅദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷ അവരെ പുൽകുന്നതാണ്. വേദനയേറിയ കഠിനമായ ശിക്ഷ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സമ്പത്തിനെ കൂട്ടിവെച്ച് സക്കാത്തിന്റെ ഓഹരിയും സ്വതക്കയുടെ മഹത്വവും ഒന്നും മനസ്സിലാക്കാതെ അതിന് ഗൗരവം ചിന്തിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന മനുഷ്യരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നിടത്ത് തന്നെ ജനങ്ങളുടെ സമ്പാദ്യം, അവരുടെ ധനം അന്യമായി തിന്നുന്ന കസീറും മിനൽ അഹ്ബാരി വർ റുഹ്ബാനി, ചില പണ്ഡിത പുരോഹിതന്മാരുണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് റബ്ബിന്റെ മാർഗത്തിൽ ഇങ്ങനെ സമ്പത്ത് തടഞ്ഞു വെക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ട്, സമ്പത്തിനെ തടഞ്ഞു വെക്കുന്ന മനുഷ്യന്മാർ. അവർ അള്ളാഹിന്റെ മാർഗത്തിലുള്ള സമ്പാദ്യം അത് നൽകാതെയാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല 35-ാമത്തെ വചനത്തിൽ അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് പറയുന്നത് കാണാം. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾ ഇങ്ങനെ മുതലാക്കി വെച്ചിരുന്ന നിങ്ങളുടെ ഈ സമ്പത്തുണ്ടല്ലോ, അത് നാളെ പരലോകത്ത് അല്ലാഹു ചുട്ടുപഴുപ്പിച്ചെടുക്കും. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. ജഹന്നമിന്റെ നാറ് കൊണ്ട് അല്ലാഹു അതിനെ എങ്ങനെ ചുട്ടുപഴുപ്പിച്ചതിന് ശേഷം അല്ലാഹു പറയുകയാണ്, ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും. അവരുടെ നെറ്റിത്തടങ്ങളിലും അവരുടെ പാർശ്വഭാഗങ്ങളിലും അവരുടെ മുതുകുകളിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഇങ്ങനെ ചൂടാക്കി വെക്കുമത്രേ. എന്നിട്ട് പറയുന്നുണ്ട്, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച് കുന്നുകൂട്ടി വെച്ച നിങ്ങളുടെ സമ്പാദ്യം. ഇത് നിങ്ങൾ സമ്പാദിച്ചു വെച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി. അതാണിപ്പോൾ നിങ്ങൾക്ക് ശിക്ഷയായി വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾ സമ്പാദിച്ചു വെച്ച ഈ ഒരു മുതൽ കൊണ്ട് തന്നെ നരകത്തിൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുകയാണ് എന്ന് അതിങ്ങനെ ആസ്വദിച്ചു കൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, നിങ്ങൾ ഈ സമ്പാദ്യം അതിങ്ങനെയാണ്. നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച ഈ ഒരു സമ്പാദ്യം, നിങ്ങളുടെ നിക്ഷേപങ്ങളായി വെച്ച ഒന്ന്, അത് നരകത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് ശിക്ഷയായി ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് നമുക്ക് റബ്ബ് നൽകിയതാണ്. അല്ലാഹ് നൽകുന്നതാണ് സമ്പത്ത്. അല്ലാഹ് നൽകുന്നതാണ് നമ്മൾ സമ്പാദിക്കുന്ന ഓരോ സമ്പാദ്യവും. നമ്മൾ എത്ര സമ്പാദിച്ചാലും അത് ഹലാലായത് എന്ന രൂപത്തിൽ തന്നെയാണ് ഒരു വിശ്വാസി കൊണ്ട് നടക്കേണ്ടത്. ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക, ഒപ്പം ആ സമ്പത്ത് ഹലാലാകണമെങ്കിൽ, അതിൽ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ സക്കാത്ത് നിർവഹിച്ചേ മതിയാവുക എന്നാണ്.
പാവപ്പെട്ടവന്റെ അവകാശം അത് കൊടുത്തു വീടിയേ മതിയാകൂ എന്നാണ് അള്ളാഹു റസൂലും പഠിപ്പിക്കുന്നത്. സക്കാത്ത് കൊടുക്കുക കൊണ്ട് എന്തൊക്കെയാ നേട്ടം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ബറക്കത്ത് ലഭിക്കുമെന്ന്. നമ്മുടെ സമ്പത്ത് അതിന്റെ വിഹിതം അത് അർഹതയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സമ്പത്തിന് ബറക്കത്താണ് ഉണ്ടാവുക, അതിൽ അനുഗ്രഹമാണ് ഉണ്ടാവുക. മാത്രമല്ല വികായത്തിൽ ആഫാത്ത്, അപകടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സുരക്ഷിതത്വം നൽകുമെന്നും വമനഹാ സബബൻ ലിഹുസൂലിൽ ആഫാത്ത്, അതുപോലെ തന്നെ അപകടങ്ങളുടെ കാര്യങ്ങളിൽ അതിങ്ങനെ വരുന്നതിനെ അതിങ്ങനെ തടഞ്ഞു വെക്കുമെന്ന്. അപകടങ്ങൾ വരുന്ന മാർഗം വരെ ഇതുകൊണ്ട് സക്കാത്ത് നൽകുക വഴി തടയപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ സമ്പത്തിന്റെ വിഹിതം ജനങ്ങളിൽ എത്തുക വഴി നാട്ടിലുള്ള ദാരിദ്ര്യം മാറും, പട്ടിണി മാറും, ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടും. റമദാനിലാണ് പലപ്പോഴും പല ആളുകളും സക്കാത്ത് നൽകുക. അധികം ആളുകളും സക്കാത്തിന്റെ ഒരു ഓഹരി എന്ന നിലയിൽ പലപ്പോഴും നൽകി കണ്ടുവരുന്നത് റമദാൻ മാസത്തിലാണ്. ഒരു സമ്പാദ്യത്തിന്റെ അതിന്റെ വാർഷിക വരുമാനം കണക്കാക്കിയാണ് പലപ്പോഴും അത് നൽകേണ്ടത് എന്നാണ്. പക്ഷേ വീടുകളിൽ വരുന്നവർക്ക് ചില്ലറ പൈസകൾ നൽകി. മുമ്പൊക്കെ എങ്ങനെയാണ്, ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഇങ്ങനെ ചില്ലറകളാക്കിയിടും. എന്നിട്ട് അതിങ്ങനെ സക്കാത്തായി കൊടുക്കുന്ന, ഇങ്ങനെ സ്വതക്കയായി വരുന്നതിന്, ദാനമായി നൽകുന്നതിന് സക്കാത്തായിട്ട് ഇങ്ങനെ പരിഗണിച്ച് അങ്ങനെ നൽകുന്ന ആളുകളെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കണക്ക് നോക്കി സമ്പത്തിന്റെ 2.5% അതിന് എനിക്ക് അവകാശപ്പെട്ടതല്ല, ബാക്കി 97% എന്റെ അവകാശം, ബാക്കി ദരിദ്രന്റെ അവകാശമാണ്, അത് പാവപ്പെട്ടവന് കൊടുക്കണമെന്നുള്ള ചിന്തയോടുകൂടി കണക്കാക്കുന്ന എത്ര ആളുകളുണ്ട്? എത്ര ആളുകൾ? വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് അങ്ങനെ ആ ഒരു വിഹിതം റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറുള്ള മനുഷ്യന്മാർ, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന ആളുകൾ. നമ്മുടെ മസ്ജിദുകളിലൊക്കെ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകും. പലപ്പോഴും അത് ഉപയോഗപ്പെടുത്തുകയോ അത് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മുടെ സമ്പാദ്യം ഇങ്ങനെ അതെങ്ങനെയെങ്കിലുമൊക്കെ പോകട്ടെ എന്ന രൂപത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ആളുകളെയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ പള്ളികളുമായി ബന്ധപ്പെട്ട അത്തരം കമ്മിറ്റികളുണ്ട് എങ്കിൽ അത്തരം സംവിധാനങ്ങളിലേക്ക് നമ്മുടെ സമ്പത്ത് കൊണ്ടുവന്ന് കൊടുത്ത് അത് ദരിദ്രനിലേക്ക് എത്തുവാനുള്ള, അർഹരിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക തന്നെ വേണമെന്നാണ് സൂചിപ്പിക്കുക. നമ്മൾ സ്വന്തമായി ആണ് പലപ്പോഴും സക്കാത്തിന്റെ ഓഹരിയൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അള്ളാഹു റസൂലും പ്രോത്സാഹിപ്പിക്കുന്നത് ജമാഅത്തായി തന്നെ, ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ, സംഘടിതമായി ഉള്ള സംവിധാനങ്ങൾ ഉണ്ട് എങ്കിൽ അങ്ങനെ തന്നെ നൽകുന്നതാണ് ഏറ്റവും ഖൈർ. മറ്റത് ആ പാവപ്പെട്ടവന് നമ്മളെ കാണുമ്പോൾ നമ്മളോടൊരു ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകും, നമ്മളിലേക്ക് ഒരു ചായ ഉണ്ടാകും, അയാൾ എനിക്ക് സക്കാത്ത് എന്ന ആളാണ്, അപ്പൊ അയാൾ മുന്നിലൊന്ന് താഴ്ന്നു നിൽക്കണമെന്നുള്ള ചിന്തയുണ്ടാകാതിരിക്കാനും ഒക്കെ ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും ഒരു ജമാഅത്തായി ചെയ്യുന്നതിന് അതിലൊരു ബറക്കത്തുണ്ട് എന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഇത്തരം അമലുകളിൽ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകണം തന്നെയാണ് അള്ളാഹുവും റസൂലും നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അള്ളാഹു നിർബന്ധമാക്കിയ സക്കാത്ത് നൽകാത്തവർ അവരുടെ സമ്പാദ്യത്തിന്റെ വിഹിതം അത് സംസ്കരിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. സംസ്കരിക്കാത്തിടത്തോളം എന്ത് സംഭവിക്കുന്നത്? ഹറാമായിക്കൊണ്ടിരിക്കുമെന്ന്. നമ്മുടെ സമ്പാദ്യം അത് ഹറാമായി തീരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, അയാൾ യുത്തീലു സഫർ, ദൈർഘ്യമുള്ള ഒരു യാത്രയിലാണ്. സുദീർഘമായ യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയരുക തടസ്സമില്ലാത്ത ഒന്നാണ്. അള്ളാഹു തടയൂല യാത്രക്കാരന്റെ പ്രാർത്ഥന, നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഒരു മനുഷ്യന്റെ ദൈർഘ്യമുള്ള ഒരു യാത്രയായാലും, നമ്മൾ യാത്രയിൽ ദുആ ചെയ്യുന്നതായാലും, സഫർ ചെയ്യുന്ന ആളിന്റെ, യാത്ര ചെയ്യുന്ന ആളിന്റെ പ്രാർത്ഥന സ്വീകരിക്കും. മാത്രമല്ല നോമ്പുകാരന്റെ പ്രാർത്ഥന അത് തടയപ്പെടാത്ത ഒന്നാണ്. പക്ഷേ യുത്തീലു സഫർ, ഇയാൾ ഇങ്ങനെ ദൈർഘ്യമുള്ള യാത്രയിലാണ്. അയാളുടെ ശരീരമാകട്ടെ നല്ല ക്ഷീണിതയാണ്, പൊടിപുരണ്ട അവസ്ഥയിലാണ്, അതുപോലെ തന്നെ നുരുമ്പിയ വസ്ത്രങ്ങളാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അല്ലെ, പൊടി പുരണ്ട്, അതുപോലെ തന്നെ മുടി ജടബാധിച്ച് അങ്ങനെ ഒരു മനുഷ്യൻ അയാൾ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് അയാൾ കൈ ഉയർത്തുകയില്ല, ആകാശലോകത്തേക്ക്, യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എനിക്ക് ഇന്ന. റമദാൻ നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണവരാണ്, നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്, നമ്മൾ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. പക്ഷേ ഈ തൗബ സ്വീകരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ എന്ത് വേണം? യാ റബ്ബി യാ റബ്ബി എന്ന് ഇയാൾ വിളിക്കുന്നുണ്ട്. പക്ഷേ മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം, അയാൾ ധരിച്ച വസ്ത്രം അത് ഹറാമിലാണ്, അയാൾ കഴിക്കുന്ന ഭക്ഷണം അത് ഹറാമിലാണ്, അയാൾ കുടിക്കുന്ന ജലപാനം അതും ഹറാമിലാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഫഅന്നാ യുസ്തജാബു ലഹു, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ദുആഇന് ഇജാബത്ത് കിട്ടുക? അപ്പോ നമ്മുടെ സമ്പത്തിന്റെ വിഹിതം ഹക്കായുള്ളത് അത് അവകാശികൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ അത് ഹറാമായി മാറും. ഇപ്പൊ പാവപ്പെട്ടവന്റെ സമ്പാദ്യം
അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും. നമ്മൾ ഈ കൊടുക്കുക വഴി അയാളുടെ ദാരിദ്ര്യം മാറും, അയാളുടെ പ്രയാസങ്ങൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറും. അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ സമ്പത്തിൽ അതിന് ബറക്കത്തുണ്ടാക്കും. അതോടൊപ്പം നമ്മുടെ സമ്പാദ്യം അത് ഹലാലായി മാറും. എത്ര മനോഹരമായ ആശയമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഹറാമാകാതിരിക്കാൻ എന്ത് വേണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞു സമ്പാദ്യം ഹലാലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. എന്ത് അതിങ്ങനെ ഈ മാർഗത്തിൽ വന്നാൽ അത് ഹലാലാകൂ, അത് ഹറാമാകൂ, അത് ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയമാണല്ലോ, ഞാനത് ചെയ്യാൻ പാടില്ലോ, പലിശ വരുന്ന ഒന്നാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കും. പക്ഷേ സക്കാത്തിന്റെ വിഷയം വരുമ്പോൾ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം. സത്യവിശ്വാസികളായ ഈമാനുള്ള മനുഷ്യർ, അവർ നിരാലംബരായ ആളുകൾ, അതുപോലെ തന്നെ ചോദിച്ചു വരുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവരുടെ ഹക്ക്, അവകാശം ഇങ്ങനെ മാറ്റിവെക്കുന്നവരാണ് എന്ന്. ചില ആളുകൾക്ക് വാർഷിക വരുമാനം അത് കൃത്യമായി ഒരു ഡേറ്റ് കൃത്യമായി നിശ്ചയിച്ച് അതേ ദിവസം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന സൂക്ഷ്മതയുള്ള മനുഷ്യന്മാരെ കാണാൻ പറ്റും. അള്ളാഹു അത്തരം ആളുകൾ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ മഹ്റൂമുകളായ നിരാലംബരായ ആശയേറ്റു പോകുന്ന പ്രതീക്ഷയേറ്റു പോകുന്ന മനുഷ്യന്മാർക്കും വേണ്ടി അവരിങ്ങനെ ആ സമ്പത്ത് മാറ്റിവെക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഹക്ക് എന്നത് സക്കാത്താണ്. ആ ഹക്ക് നമ്മൾ കൊടുത്തു വിടണമെന്നാണ്. അതുകൊണ്ട് അതിങ്ങനെ മാറ്റിവെക്കാൻ നമ്മൾ സന്നദ്ധരാകണം. സമ്പാദ്യം മുതൽ പൂർണ്ണമായും ഹലാലാകുക സക്കാത്തിലൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ നിസ്കാരത്തിനോട് ചേർത്ത്, നമ്മൾ നിസ്കാരത്തിന് എത്ര ഗൗരവത്തിൽ കാണുന്നു. 5 വഖത്ത് പള്ളിയിലെത്താൻ ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, 5 നേരം മുടങ്ങാതെ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ഫർളിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേ ഫർള് തന്നെയാണ് സക്കാത്ത് നിർവഹിക്കലും. അതിനോട് ചേർത്ത് പല സന്ദർഭങ്ങളിലും അവർ നിസ്കാരം നിലനിർത്തുന്നു, അവർ സക്കാത്ത് നൽകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും പല സ്ഥലങ്ങളിലും. അപ്പോ നോമ്പിൽ നമ്മുടെ ശരീരം, മനസ്സ് ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ സമ്പാദ്യത്തിലെ സമ്പത്ത് ശുദ്ധീകരണം, അതിന്റെ തസ്കിയത്ത് അത് നടത്തപ്പെടണമെങ്കിൽ എന്തു വേണം? നമ്മുടെ വിഹിതം, അത് പാവപ്പെട്ടവന്റെ അവകാശം, അത് കൊടുത്തു വിടണമെന്നാണ്. സക്കാത്ത് ശുദ്ധീകരണമാണ്. എന്തിന്റെ ശുദ്ധീകരണം? നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും, അതോടൊപ്പം നമ്മുടെ സമ്പത്തും ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് മനസ്സും സമ്പാദ്യവും ശുദ്ധീകരിക്കപ്പെടാൻ വിശുദ്ധ ഖുർആൻ പറയും ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. അവരിൽ നിന്ന് സ്വദഖ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സക്കാത്ത്. അവരുടെ സമ്പത്ത് അതിങ്ങനെ പിടിച്ചെടുക്കണം. തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കപ്പെടുകയും അവർ തൊഹൂറാക്കപ്പെടുകയും വിശുദ്ധി നൽകപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. നമ്മുടെ സംസ്കരണം എവിടെ നടക്കണം? സമ്പത്തിൽ നടക്കണമെന്നാണ്. നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും ഉടുക്കുന്നതുമെല്ലാം ഹലാലായി മാറണം. അപ്പോഴാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ അത് മടക്കപ്പെടാതെ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുക എന്ന തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. നമ്മൾ സക്കാത്ത് നൽകിയിട്ടില്ല എങ്കിൽ ശിക്ഷ ലഭിക്കും. ഏതുവരെ? മഴ വരെ തടയപ്പെടുമെന്നാണ്. നമുക്ക് ആകാശ ലോകത്ത് നിന്ന് ലഭിക്കാനുള്ള അള്ളാഹു നൽകുന്ന മഹനീയമായ അനുഗ്രഹമായ ഈ ചൂട് ശക്തമായി വരുമ്പോഴും നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മൾ സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെ നമ്മളെ ബാധിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലം യംന ഖൗമുൻ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്ര മിനസ് സമാ. ആകാശ ലോകത്ത് നിന്ന് ജലത്തിന്റെ തുള്ളികൾ അത് ഭൂമിയിലേക്ക് പതിക്കാതെയാകും. എന്ത് സംഭവിച്ചാൽ? സക്കാത്ത് നിർവഹിക്കാതിരുന്നാൽ വലൗലൽ ബഹായിമു ലം യുദ്ദിറു. എന്നിട്ട് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗലൽ ബഹായിമു ലം യുംതിറു. അവിടെ മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ മഴ പെയ്യില്ലായിരുന്നു എന്ന് വരെ, വാനലോകത്ത് നിന്ന് മഴ ചൊരിയണമെങ്കിൽ വരെ നമ്മുടെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല ബാക്കി സമ്പത്തിലുള്ള ബറക്കത്ത് നമുക്ക് നഷ്ടമാകും. നമ്മുടെ സമ്പത്തില് എത്ര സമ്പാദിച്ചാലും അതിൽ അനുഗ്രഹം ഇല്ലാതെയാകും. പലപ്പോഴും നമ്മൾ സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ പറയും അത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നതായി പോവോ, നഷ്ടം വരുമോ. ഒരു പേടിയാണ്, ഒരു ബേജാറാണ് അതിന്റെ ഒരു വിഹിതം കൊടുക്കുന്നതിന്. പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കുന്നതിന് നമ്മളെന്തിന് ബേജാറാകണം, നമ്മളെന്തിന് ടെൻഷൻ ആകണം? ഒരാവശ്യമില്ല. കാരണം അത് നമ്മൾ കൊടുത്തു വേടിയാൽ മാത്രമേ നമ്മുടെ സമ്പത്തിന് ബറക്കത്ത് ലഭിക്കൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല ശിക്ഷകൾ ദുനിയാവിൽ കടന്നു വരും. കൊടുക്കാതിരുന്നാൽ ശിക്ഷകൾ ദുനിയാവിൽ കടന്നു വരും. തന്ത്രം മെനയുന്ന ആളുകളുണ്ട്. സൂറത്തുൽ കലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വിളവെടുപ്പ് സമയമായപ്പോ
ചില തന്ത്രം മെനഞ്ഞ മനുഷ്യന്മാരെ കുറിച്ച് സൂറത്തുൽ കലമിന്റെ 19-20 വചനങ്ങളിൽ പാവങ്ങൾക്ക് വേണ്ടി യാതൊന്നും മാറ്റിവെക്കാത്തവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഉറങ്ങുന്ന വേളയിൽ അവരെ ശിക്ഷ കൊണ്ട് പൊതിഞ്ഞു. അവർ മുറിച്ചെടുക്കപ്പെട്ട പോലെയായി, അവരിങ്ങനെ നാശമടഞ്ഞ ആളുകളെ പോലെയായി എന്നാണ്. അവരുടെ സമ്പാദ്യങ്ങളെല്ലാം നശിച്ച് അവരുടെ തോട്ടങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടു എന്നാണ്. അപ്പൊ ദുനിയാവില് ശിക്ഷ ലഭിക്കും എന്ത് കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ വിഹിതം, നമ്മുടെ സമ്പത്തിന്റെ വിഹിതം അത് പാവപ്പെട്ടവനെ കൊടുത്തില്ലെങ്കിൽ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂഴ്ത്തി വെച്ച് ഇങ്ങനെ സമ്പത്തിനെ കൊണ്ടുവന്ന മനുഷ്യന്മാർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് ഹദീസുകൾ നമുക്ക് കാണാം. ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ സമ്പത്തായി മാറപ്പെടുമെന്ന് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഒരു സർപ്പത്തിന്റെ രൂപം പൂണ്ട് നമ്മുടെ ധനം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും, നമ്മുടെ കഴുത്തിലിങ്ങനെ ചുറ്റപ്പെടും. എന്നിട്ട് നമ്മുടെ നെറ്റിത്തടങ്ങളിൽ, നമ്മുടെ ശരീരങ്ങളിൽ അതിങ്ങനെ ആഞ്ഞാഞ്ഞ് കൊത്തുമെന്നാൽ വേദനിക്കുമാറ്. എന്നിട്ട് അത് പറയും, അനമാലുക വഅന കൻസുക, ഹേ മനുഷ്യ, ഞാൻ നിന്റെ സമ്പത്താണ്, നീ സമ്പാദിച്ചു വെച്ച നിന്റെ സമ്പാദ്യമാണ് ഞാൻ. വഅന കൻസുക, നീ ശേഖരിച്ചു വെച്ച നിന്റെ ധനമാണ് ഞാൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, നിങ്ങൾ വിചാരിച്ചു പോകരുത്, പിശുക്കന്മാരായ മനുഷ്യന്മാർ, പിടിച്ചു വെക്കുന്നവരായ ആളുകൾ അവർ വിചാരിക്കുന്നുണ്ടോ, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഫളിൽ നിന്ന്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയ സമ്പത്തിന്റെ വിഹിതം ഹുവ ഖൈറൻ ലഹും, അവർ പിടിച്ചു വെക്കുക വഴി, അവർ പിശുക്ക് കാണിക്കുക വഴി അവർക്കത് ഖൈറാണ് എന്ന് അവർ കരുതുന്നുണ്ടോ? ബൽ ഹുവ ശർറുൻ ലഹും, ഇല്ല, ഒരിക്കലുമില്ല. ബൽ ഹുവ ശർറുൻ ലഹും, അത് നിങ്ങൾക്ക് ഷർറാണ്, നിങ്ങൾക്ക് ആപത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സയുതവ്വിഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് നിങ്ങളെ ഇങ്ങനെ ചുറ്റിപ്പൊതിയും. മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ പിശുക്കി വെച്ചത് അത് നിങ്ങളെ കഴുത്തിലേക്ക് ഇങ്ങനെ അണിയിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ! ഒരു കാരണവശാലും പിശുക്കി വെക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് യമനിലേക്ക് ഗവർണറായി നിയോഗിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയക്കുന്നത്, നിങ്ങൾ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പറയണം, നിസ്കാരത്തിനെ കുറിച്ച് പറയണം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സക്കാത്ത്, അവരോട് സക്കാത്തിനെ കുറിച്ച് സംസാരിക്കണം. മഹാനായ റസൂലിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം കടന്നു വരുമ്പോൾ ചില മനുഷ്യന്മാരൊക്കെ സക്കാത്തിന്റെ ഓഹരി ഇങ്ങനെ പിടിച്ചു വെക്കാൻ തുടങ്ങി. അത് നൽകില്ല എന്നുള്ള രൂപത്തിലേക്ക് മാറി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ മനഊനി ഇനാഖൻ കാനു യുദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതലഹും വല മൻഇഹാ, ഒട്ടകത്തിന്റെ മൂക്കുകയറാണ് ഒരു മനുഷ്യൻ സക്കാത്തിന്റെ വിഹിതമായി തടഞ്ഞു വെക്കുന്നത് എങ്കിലും അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെന്ന്. അവരതിനെയൊക്കെ അത്ര കണ്ട് ഗൗരവത്തിൽ കണ്ടിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ പല കുതന്ത്രങ്ങളും മെനഞ്ഞിട്ട് അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതുന്ന ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പാടില്ല എന്ന് തന്നെയാണ്. സക്കാത്തിന്റെ നിസാബ് എത്തിയാൽ, അതിന്റെ പരിധി എത്തിക്കഴിഞ്ഞാൽ, അറബി വർഷം കണക്കാക്കി മുഹറം മുതൽ ദുൽഹിജ്ജ വരെയുള്ള മാസങ്ങൾ കണക്കാക്കി ഏത് മാസത്തിലാണോ നമ്മൾക്കത് പ്രാപ്യമായിട്ടുള്ളത്, നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം നമ്മളിലേക്ക് വന്നെത്തുന്ന ഒരു കാലയളവ് അത് നിശ്ചയിക്കപ്പെടുന്നത്, അങ്ങനെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ സക്കാത്ത്, നിർബന്ധമായ സക്കാത്ത് നമ്മൾ കൊടുത്തു വിടണം. നാം എന്തിനെല്ലാം സക്കാത്ത് കൊടുക്കണം? നമ്മുടെ നാണയം, അതുപോലെ തന്നെ നമ്മുടെ ശമ്പളം, നമ്മുടെ വാടകകൾ, ഇതെല്ലാം കറൻസിയുമായി ബന്ധപ്പെട്ട, നാണയവുമായി ബന്ധപ്പെട്ട സക്കാത്തിലേക്ക് കടന്നു വരും. വിശാലമായ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. നമ്മളത് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ഏതിലാണോ നമ്മുടെ സക്കാത്തിന്റെ വിഹിതമുള്ളത് എന്ന് മനസ്സിലാക്കി, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണോ, അതല്ല സ്വർണത്തിലാണോ, അതല്ല നമുക്ക് മൃഗങ്ങളുണ്ടോ, അങ്ങനെ കച്ചവടവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാമാണുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു 2.5% അതിന്റെ നിസാബ് കണക്കാക്കി അടിസ്ഥാന ചിലവിൽ നിന്നും മനസ്സിലാക്കിയതിനു ശേഷം 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ തുക, അതിലേറെ നമ്മുടെ കൈകളിലുണ്ട് എങ്കിൽ അതിന്റെ വിഹിതം നമ്മൾ കൊടുത്തു വിടണം. സ്വർണത്തിന്റെ സക്കാത്ത് 85 ഗ്രാമാണ്, 10.5 പവൻ സ്വർണത്തിന് അതിന്റെ ഒരു വിഹിതം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഡെഡ് മണിയായി കിടക്കുന്ന നമ്മുടെ സമ്പാദ്യമായ മുതലുകൾ, അതിന്റെ സ്വർണത്തിൻ്റെതായ
കാര്യങ്ങളൊക്കെ നമ്മുടെ കൈകളിലുണ്ട് എങ്കിൽ അതിൽ നിന്ന് സക്കാത്ത് നിർവഹിക്കണം. അതുപോലെ വെള്ളി 595 ഗ്രാം തുല്യമായ തുക നമ്മുടെ കൈകളിലുണ്ട് എങ്കിൽ അതിങ്ങനെ സക്കാത്തിന്റെ വിഹിതമായി കൊടുക്കണം. കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ തേവി നനച്ചതാണ് എങ്കിൽ അതിന് 5%, അതുപോലെ തന്നെ സ്വയം ഉണ്ടായതാണ് എങ്കിൽ അതിന് 10% ഒക്കെയായി ഇങ്ങനെ സക്കാത്തിന്റെ പരിധികൾ നിശ്ചയിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അത് എല്ലാ മസ്അലകളും മനസ്സിലാക്കി നമ്മുടെ സമ്പാദ്യം ഹലാലാക്കുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ആകാശ ലോകത്തേക്ക് ഉയരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മുടെ ഇത്തരം വിഷയങ്ങൾ ക്ലിയർ ആയി തന്നെ മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല, ആരാണ് ഇതിന്റെ അവകാശികൾ ആരാണെന്ന് തിരിച്ചറിയണം. നൽകുന്ന ആളുകൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്താൽ സക്കാത്താകൂല. പല ആളുകളും മറ്റൊരു കുതന്ത്രം പ്രയോഗിക്കുക, സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾക്ക് തന്നെ ഇങ്ങനെ വീതിച്ചു നൽകും. സഹോദരൻ സഹോദരി ഇങ്ങനെ വീതിച്ചു നൽകിയിട്ട് അത് അവിടെ തന്നെ എങ്ങനെ നിൽക്കും. അതിൽ അവകാശമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും നൽകണം. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല, അതിങ്ങനെ ഒരു റൊട്ടേഷനായി നടക്കുന്ന ഒരു അവസ്ഥ, കുടുംബത്തിന്റെ അകത്ത് മാത്രം നിൽക്കുന്ന അവസ്ഥകൾ പലപ്പോഴും വരാറുണ്ട്. അതിൽ അവകാശികൾ ഉണ്ടെങ്കിൽ ഉറപ്പായി നമ്മൾ നിർവഹിക്കണം. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. അല്ലാഹു സുബ്ഹാനഹു വ തആല 8 ആളുകൾക്കാണ് അതിന്റെ അവകാശമുള്ളത് എന്ന് പഠിപ്പിച്ചു. ദരിദ്രരായ ആളുകൾ, മിസ്കീനുകളായ ആളുകൾ, അതുപോലെ തന്നെ സക്കാത്തിന്റെ വാഹകരായിട്ടുള്ള ആളുകൾ, വൽ മുഅല്ലഫത്തി ഖുലൂബുഹും ദീനുമായി കടന്നു വന്ന് പിന്നീട് അയാൾക്ക് ജീവിക്കാനുള്ള ഒരു പര്യാപ്തമായ ഒരു അവസ്ഥയില്ലാത്ത മനുഷ്യൻ, വഫിർ റിഖാബ് അതുപോലെ തന്നെ അടിമത്തത്തിന്റെ വിഷയങ്ങൾ വരുമ്പോ വൽ ഗാരിമീന അതുപോലെ തന്നെ കടമുള്ള മനുഷ്യന്മാർ, വഫീ സബീലില്ലാ അള്ളാന്റെ മാർഗത്തിൽ. പലപ്പോഴും അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പള്ളികളിലേക്ക് കൊടുക്കുന്നത് സക്കാത്തിന്റെ ഓഹരിയാകൂല. പള്ളി വെക്കാൻ വേണ്ടി കൊടുക്കുക അതൊക്കെ സ്വതക്കയിലവര് മറിച്ച് വഫീ സബീലില്ലാ എന്ന് പറഞ്ഞ യുദ്ധമുഖത്ത് ഒരു ഇസ്ലാമികമായ ഒരു യുദ്ധം അത് കടന്നു വരുന്ന സമയത്ത് അത്തരം വിഷയങ്ങളിലേക്കാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ സാന്ദർഭികമായി സൂചിപ്പിക്കും. വബിനി സബീൽ അതുപോലെ തന്നെ വഴിയാത്രകരായ മനുഷ്യന്മാർ, അവർക്കൊക്കെയാണ് സക്കാത്തിന്റെ അവകാശികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഫരീളത്തും മിനല്ലാഹ്, ഇത് ഫർളായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. വല്ലാഹു അലീമുൽ ഹകീം, അല്ലാഹു ഏറെ അറിയുന്നവനും യുക്തിമാനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ സക്കാത്ത് മുതൽ നമുക്ക് ലഭിക്കും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സക്കാത്ത് ഇത് എന്റെ സക്കാത്താണെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് തരുമ്പോൾ ഞാൻ അവകാശിയാണോ എന്ന് ഞാൻ ആലോചിക്കും. അല്ലെ, വാങ്ങുന്ന ആളിന് ഒരു ഗൗരവം ഉണ്ടാവണം. ഞാൻ ഇതിന്റെ അവകാശി അല്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ മടക്കി നൽകുക, അതല്ലെങ്കിൽ അതിന്റെ അവകാശികളിലേക്ക് അത് മടക്കുക. ആ രൂപമൊക്കെയാണ് വിശ്വാസികളായ നമ്മൾ പുലർത്തിപ്പോരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കും ബാത്തിലും വേർതിരിച്ച് സക്കാത്തിന്റെ ഓഹരിയെല്ലാം കൃത്യമായി നിർവഹിച്ച് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഗൗരവത്തിൽ കാണുകയും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണോ പഠിപ്പിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഹക്കും ബാത്തിലും മനസ്സിലാക്കുന്ന ആളുകൾ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ الفرد الصمد لم يلد ولم يولد ولم يكن له كفوا احد ഉസീക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിയാറുകളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞിടത്തും വളരെ ഗൗരവത്തിൽ പറഞ്ഞു, വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, അവരുടെ സക്കാത്ത് അവർ കൃത്യമായി നിർവഹിക്കുന്നവരാണ് എന്ന് മുഅ്മിനിന്റെ അടയാളം പറഞ്ഞിടത്തും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടു നടക്കേണ്ട മറ്റൊരു കാര്യമാണ് ഐച്ഛികമായി നമ്മൾ നൽകുന്ന സ്വതക്കകൾ. സക്കാത്തിന് പുറമേ നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങൾ, അത്തരം വിഷയങ്ങളിൽ നമ്മൾ വളരെ ഗൗരവം കാണണം. ലാ യൻഖുസു മാലും മിൻ സ്വദഖത്തിൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ യൻഖുസു മാലും മിൻ സ്വദഖത്തിൻ, നിങ്ങൾ നൽകുന്ന സമ്പാദ്യത്തിലെ സ്വതക്കകൾ, നിങ്ങളുടെ സമ്പത്തിലെ സ്വതക്കകൾ എന്നത് അതൊരിക്കലും കുറഞ്ഞു പോവുകയില്ല. ഫതസദ്ദഖൂ, നിങ്ങൾ സ്വതക്ക നൽകിക്കൊണ്ടേയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല, എല്ലാ ദിവസവും ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് സമ്പാദ്യം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന മനുഷ്യന്റെ അരികിലേക്കും പിശുക്ക് പിടിക്കുന്ന മനുഷ്യന്മാരുടെ അരികിലേക്കും ഒരു മലക്ക് എത്തപ്പെടുമെന്നാണ്. ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫ, അല്ലാഹുവേ
ഈ സമ്പാദ്യം ഇങ്ങനെ ചിലവാക്കുന്ന മനുഷ്യന് അയാൾക്ക് പകരമായി നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് ഒരു മലക്ക് ആ മനുഷ്യന്റെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്ന്. മറ്റേ മനുഷ്യനാകട്ടെ പിടിച്ചു വെക്കുന്ന മനുഷ്യന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താണ്? അള്ളാഹുവേ, ഇങ്ങനെ സമ്പത്ത് പിടിച്ചു വെക്കുന്ന മനുഷ്യന് അവന് നഷ്ടമുണ്ടാകട്ടെ, അവന് പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മറ്റേ മനുഷ്യൻ പ്രാർത്ഥിക്കുമെന്നാണ്. സമ്പത്ത് ഉണ്ടായിട്ടും പിടിച്ചു വെക്കുന്നവർ ഒരുപാടുണ്ടാകണമെന്നൊന്നുമില്ല. നമ്മളെ കയ്യിൽ എന്താണോ കൽപ്പിച്ചത്, അള്ളാന്റെ റസൂലിന് ഒരുപാടുണ്ടായിരുന്നു ഇല്ലല്ലോ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ അവസാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ശക്തമായ കാറ്റടിച്ചു വീശുന്നത് പോലെ റസൂലുള്ളാഹി സ്വതക്കകൾ നിർവഹിക്കുമായിരുന്നു എന്നാണ്. അല്ലെ, തന്നിലുള്ളത് എന്താണോ അതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളായി നമ്മൾ ഉയർന്നു വരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ഇങ്ങനെ സ്വതക്കകൾ നിർവഹിക്കുന്ന ആളുകൾക്ക് അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. ഇപ്രകാരമാണോ ഒരു ജലം അത് തീയിനെ അണച്ചു കളയുന്നത്, അതുപോലെ പാപക്കറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്ക നൽകുന്നത് മുഖേന, അവന് ദാനധർമ്മം നൽകുന്നത് മുഖേന അതിങ്ങനെ മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സ്വതക്കകൾ നമ്മൾ ധാരാളമായി ചെയ്യും. അവസാനത്തെ 10 നമ്മളുള്ളത്. എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കി ഈ സമയം കിട്ടണ കൂലി പിന്നെ കിട്ടൂല. ഈ റമദാനിൽ എടുക്കുന്ന നോമ്പ് പിന്നീട് റമദാൻ കഴിഞ്ഞിട്ട് റമദാനിലെ നോമ്പ് എടുത്താലും ഇപ്പോൾ ഉള്ള കൂലി കിട്ടൂല. ആരാണോ റമദാനിൽ നോമ്പെടുക്കുന്നത് അവനാണ് ഈമാനോട് കൂടി പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്യുന്നത്, അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നു. മൻകാമ ഫീ ലൈലത്തുൽ ഖദർ, ആരെങ്കിലും ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിച്ചാൽ അവനും ഇതേ ഓഫറാണ്. ലൈലത്തുൽ ഖദർ പിന്നെ ഇല്ല, റമദാനിൽ മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, അതൊക്കെ ആഗ്രഹിച്ച് നന്മകളിൽ മുന്നേറാൻ വേണ്ടി നമ്മൾ മത്സരിക്കുക. മാത്രമല്ല, സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈദ് നമസ്കാരം ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഏരിയയിലാണ് നമ്മുടെ നമസ്കാരമുള്ളത്. അപ്പോൾ ഈദ് മുസല്ല ഇൻഷാ അല്ലാഹ് ഏകദേശം 7:15 കൂടി നമ്മൾ ഒരുങ്ങും. 7:15 തന്നെ ഇൻഷാ അല്ലാഹ് നമസ്കരിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ നേരത്തെ 7:10 കൂടി ഏകദേശം എല്ലാവരും മുസല്ലയിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെല്ലാം, ആ യാത്രയുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ എല്ലാം പാലിച്ച്, അതുപോലെ തന്നെ ആ ദിവസത്തിന്റെ സുന്നത്തുകളൊക്കെ മനസ്സിലാക്കി ഒരല്പം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ വരുന്ന അതെല്ലാം പാലിച്ച് അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരിക. അങ്ങനെ ആ ദിവസത്തെ ഒരുക്കങ്ങൾ അങ്ങനെയായിരിക്കും ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക. മാത്രമല്ല, ഫിത്ർ സക്കാത്തിന്റെ ഒരു സമയം, അതിന്റെ ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 140 രൂപയാണ് ഇവിടെ നിശ്ചയിച്ചുള്ളത്. ഫിത്ർ സക്കാത്തിന്റെ ഓഹരി ഇവിടെയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ പേയ്മെന്റ് ചെയ്ത് പണം അടച്ച് നമ്മളതിന്റെ റെസിപ്റ്റ് കൈപ്പറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണോ അത് ക്ലിയർ ചെയ്തു പോകണമെന്നാണ് സൂചിപ്പിക്കുക. നമ്മുടെ ഫിത്ർ സക്കാത്ത് എന്നത് നമ്മുടെ റമദാനിലെ നോമ്പിന്റെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടാനുള്ളത് കൂടെയാണ് എന്നുള്ള തിരിച്ചറിവ്, അന്ന് ജനിക്കുന്ന ഒരു കുട്ടിയാണ് ഉള്ളത് എങ്കിലും അതിന്റെയും ഫിത്ർ സക്കാത്ത് നൽകണമെന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു കാണാൻ കഴിയും. ഇങ്ങനെ സൂക്ഷ്മതാ ബോധത്തോടു കൂടി സുദക്കയും സക്കാത്തും അതുപോലെ എല്ലാ വിഷയങ്ങളിലും ഒരു ഗൗരവം കണ്ടുപോകുന്ന ആളുകളായി നമ്മൾ മാറുക. അള്ളാഹുവിന്റെ ദീനെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവന്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, പാപങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, പാപങ്ങൾ ചെയ്തു പോയ മനുഷ്യരാണ് ഞങ്ങൾ. അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10 ഞങ്ങൾക്ക് പൂർണ്ണമായ മാപ്പ് നൽകി, വിട്ടുവീഴ്ച നൽകി ഞങ്ങളെ ഏവരെയും നീ മാപ്പാക്കി നിന്റെ മഹനീയമായ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم انك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.